മക്കളെ, ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ റെയിൻ ബസേരെ മേം എന്ന ചാപ്റ്ററിൽ 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. എല്ലാവർക്കും ഹിന്ദി വിന്നറിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെടുന്നു എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. റെയിൻ ബസേരെ മേ കിസ് വിധാ കി രചന ഹെ. റെയിൻ ബസേരെ എന്നത് ഏത് പ്രകാരത്തിലുള്ള രചനയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യാത്രാവൃത്ത്. ഏത് പ്രകാരത്തിലുള്ള രചനയാണ്? ഇതൊരു യാത്രാവൃത്താണ്, യാത്രാ വിവരണമാണ്. റെയിൻ ബസേരെ മേ കിസ്കാ യാത്രാവൃത്ത് ഹെ. റെയിൻ ബസേരെ എന്നത് ആരുടെ യാത്രാ വിവരണമാണ്? അമൃതലാൽ ബേഗഡിന്റെ. അമൃതലാൽ ബേഗഡിന്റെ യാത്രാ വിവരണമാണ് എന്ത്? റെയിൻ ബസേരെ മേ. തീരെ തീരെ നർമ്മദ കിസ്കാ വൃത്താന്ത് ഹെ. തീരെ തീരെ നർമ്മദ എന്നത് ആരുടെ വൃത്താന്തമാണ്? അമൃതലാൽ ബേഗഡ് കി നർമ്മദ പദയാത്രാവോ കാ വൃത്താന്ത്. അമൃതലാൽ ബേഗഡിന്റെ നർമ്മദ പദയാത്രയുടെ, കാൽനട യാത്രയുടെ വൃത്താന്തമാണ് ഏത്? തീരെ തീരെ നർമ്മദ എന്നത്. रात को थोड़ी देर के लिए मैं बाहर निकल आया. इसमें മേം കോൻ ഹേ. ഇതിൽ പറയുന്ന മേം ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ലേഖകൻ. രാത്രി കുറച്ച് സമയം പുറത്തേക്ക് ഇറങ്ങി നിന്നു എന്ന് പറഞ്ഞല്ലോ. ഞാൻ പുറത്തിറങ്ങി നിന്നു എന്ന് പറഞ്ഞു. ഞാൻ. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഞാൻ ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? ലേഖകൻ. താരെ കൈസേ ലഗ് രഹേദേ. നക്ഷത്രങ്ങൾ എങ്ങനെയാണ് തോന്നിയത്? അതായത് ലേഖകൻ പുറത്തിറങ്ങി നിന്നപ്പോൾ നക്ഷത്രങ്ങൾ കണ്ടു. നക്ഷത്രങ്ങൾ എങ്ങനെ തോന്നി എന്ന് അദ്ദേഹം പറയുന്നുണ്ടല്ലേ. എങ്ങനെയാണ് തോന്നിയത്? കിസിനെ ആകാശമേ സഫേദ് തിൽ ബിഗർ ദിയേ ഹേ. ആരെങ്കിലും ആകാശത്തില് വെളുത്ത എള്ള് വിതറിയതാണോ എന്ന് തോന്നും എന്നാണ് പറഞ്ഞത് അല്ലേ. ദിയേ ഹോ. ആരെങ്കിലും ആകാശത്തില് വെളുത്ത എള്ള് വിതറിയതാണോ? ജമാത്ത് കാ മത്ലബ് ക്യാ ഹേ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ജമാത്ത് എന്നതിന്റെ അർത്ഥം സമൂഹ്, കൂട്ടം. കൂട്ടം എന്നാണ് ജമാത്ത് എന്നതിന്റെ അർത്ഥം. ബാദൽ ക്യാ കർ രഹേദേ. ദമക്കാ രഹേദേ. കാർമേഘം, മഴ പെയ്യാൻ വേണ്ടിയിട്ട് കാർമേഘം മൂടി നിന്നു. ആ കാർമേഘം അവരെ എന്തു ചെയ്തു എന്നാണ് പറഞ്ഞത്? ദമക്കാ രഹേ. ദമക്കാ രഹേ പറഞ്ഞാല് ഭീഷണിപ്പെടുത്തുക. പാനി കെ ഡർ സേ കഹാം രുക്നാ പടാ പതോടാ മേം. വെള്ളത്തിന്റെ ഭയം, അതായത് മഴയുടെ പേടി കാരണം അവർക്ക് എവിടെയാണ് താമസിക്കേണ്ടി വന്നത്? അവർ കാൽനടയായിട്ട് സഞ്ചരിക്കുകയാണ്, കാൽനട യാത്രയാണ്. പക്ഷേ ആ സമയത്ത് എന്തുണ്ടായിരുന്നു? വളരെയധികം കാർമേഘം മൂടിയിട്ട് വളരെ വലിയൊരു മഴ അല്ലേ. അപ്പോൾ ആ മഴ പേടിച്ചിട്ട് അവര് ആ സമയത്ത് എത്തിയത് എവിടെയായിരുന്നു? പതോടയിലായിരുന്നു. അപ്പോൾ ആ പതോടയിൽ തന്നെ അവർക്ക് തങ്ങേണ്ടതായിട്ട് വന്നു. ഉസ് ദിൻ പതോടാ മേ രുക്നാ പടാ ക്യോ. ആ ദിവസം അവർക്ക് പതോടയിൽ താമസിക്കേണ്ടി വന്നു. എന്തുകൊണ്ട്? പാനി കെ ഡർ സേ. മഴ ഭയന്നത് കാരണം, മഴയുടെ ഭയം കാരണം. മന്ദിർ കെ ബരാന്തേ മേ കിസ് തരഹ് കെ ദർവാസാ താ. അവരൊരു അമ്പലത്തിലാണ് ആ ദിവസം തങ്ങിയതെന്ന് പറഞ്ഞു അല്ലെ. ആ അമ്പലത്തിന്റെ ബരാന്തയിലുള്ള ദർവാസ എപ്രകാരത്തിലുള്ളതായിരുന്നു? ലോഹേ കാ ജാലിവാല ദർവാസ. ഇരുമ്പ് ജാലിയുള്ള ദർവാസയായിരുന്നു, ഇരുമ്പിന്റെ അഴികളുള്ള ദർവാസ, വാതിൽ. ഉസ് രാത്ത് ലേഖകനെ ചോട്ടു കെ സാത്ത്. ചോട്ടു കഴിഞ്ഞിട്ട് കുറച്ച് സ്പേസ് കൊടുത്തിട്ടാണ് കേട്ടോ, അത് പ്രിന്റ് ചെയ്ത സമയത്ത് വന്ന മിസ്റ്റേക്ക് ആണ്. ഉസ് രാത്ത് ലേഖകനെ ചോട്ടു കെ സാത്ത് കഹാം ടഹര. ആ രാത്രി ലേഖകൻ ചോട്ടുവിനോടൊപ്പം എവിടെയാണ് താമസിച്ചത്? മന്ദിർ മേം, അമ്പലത്തിൽ. കോൻ ഉൻകോ വഹാം ടഹരായ. ആരാണ് അവരെ അവിടെ താമസിപ്പിച്ചത്? മന്ദിർ കി ദേഖ്ഭാൽ കർണേവാല ഗ്രാമീൺ. അമ്പലത്തിന്റെ മേൽനോട്ടക്കാരനായ ഗ്രാമീണൻ തന്നെയാണ് അവരെ അവിടെ താമസിപ്പിച്ചത്. എക്കായക്ക് ഖതർനാക്ക് ഹോ ഗയി ക്യാ. പകടണ്ടി അല്ലെ. പകടണ്ടി, ഒറ്റയടിപ്പാത. അതാണ് അവര് പെട്ടെന്ന്, അതായത് അതിന്റെ പെട്ടെന്ന് മോശം അവസ്ഥയിലേക്ക് ആയത്. ഏകായക്ക് പറഞ്ഞ പെട്ടെന്ന്, ഖതർനാക്ക് പറഞ്ഞ അപകടകരമാവുക. സരാ ചൂക്കെ തോ കഹാം പടാ ക്യോ. അല്പം പിഴച്ചാൽ, അല്പം തെറ്റ് സംഭവിച്ചാൽ, അധികം പിഴച്ചാൽ, അല്പം അധികം എന്നല്ല, അല്പം പിഴച്ചു പോയി. അവരുടെ നടത്തത്തിൽ അല്പം എന്തെങ്കിലും ഒരു
പിഴവ് പറ്റിയാൽ അവർ എവിടേക്ക് വീണു പോകും എന്നാണ് പറഞ്ഞത്. കഹാം പട, എവിടെ പതിക്കും എന്നാണ് പറഞ്ഞത്. ക്യോം, എന്തുകൊണ്ട്. സീതേ പാനീമേ, പാനി എന്നാണ് കേട്ടോ ഇവിടെ. നേരെ എവിടെ പതിക്കും? പാനി, വെള്ളത്തിലേക്ക് അല്ലേ. നേരെ താഴെ അവർ നടക്കുന്ന അവിടെ വെള്ളമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നേരെ എവിടേക്ക് പതിക്കും അവർ? നേരെ വെള്ളത്തിൽ വീഴും. നർമ്മദാ നദിയാണ് പറയണത് അല്ലേ. അപ്പം നേരെ അവിടെ വീഴും, വെള്ളത്തിൽ വീഴും. ക്യോം കി പകടണ്ടി ഖതർനാക്കത്, എന്തുകൊണ്ടെന്നാൽ അവരുടെ നടവഴി, നടന്നു പോകാനുള്ള വഴി, നടപ്പാത എങ്ങനെയുള്ളതായിരുന്നു? ഖതർനാക്ക്, അപകടകരമായിരുന്നു. ഗ്രാമീണനെ ഉൻകോ ക്യാ ദിയ, ഗ്രാമീണൻ അവർക്ക് എന്താണ് നൽകിയത്? അവർ താമസിക്കാൻ വേണ്ടിയിട്ട് മന്ദിരം കൊടുത്തു. പിന്നെ അവർക്ക് എന്താണ് നൽകിയത് എന്നാണ് ചോദ്യം കേട്ടോ. പാനി ലേനെ കെ ലിയെ ബാൾട്ടി और बिछाने के लिए एक बहुत बड़ी दरी, പാനി ലേനെ കെ ലിയെ, വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ബക്കറ്റും, വിരിക്കാൻ വേണ്ടി ബിച്ചാനക്കിലെ, വിരിക്കാൻ വേണ്ടിയിട്ട് ഏക്ക് ബൗത്ത് ബഡി ദരി, ഒരു വലിയ വിരിയുമാണ് നൽകിയത്. ബാഹർ ഗാന ബനാദ കോൻ, പുറത്ത് ഭക്ഷണം തയ്യാറാക്കുകയായിരുന്നു. ആരാണ് പുറത്തിരുന്ന് ഭക്ഷണം തയ്യാറാക്കിയെന്ന് പറഞ്ഞത്? ചോട്ടു പുറത്തിരുന്ന് ഭക്ഷണം തയ്യാറാക്കുകയായിരുന്നു. രാത്രിക്കെ സമയ ജബ് ലേഖക ഉടാത്തോ ക്യാ ഹുവാദ, രാത്രി സമയത്ത് ലേഖൻ ഉണർന്നു. അദ്ദേഹം ഉറങ്ങുകയായിരുന്നു. ഇടയ്ക്ക് എപ്പോഴോ രാത്രി അദ്ദേഹം ഉണർന്ന സമയത്ത് ക്യാ ഹുവാദ, എന്താണ് സംഭവിച്ചത്? അദ്ദേഹം ഉയർന്ന സമയത്ത് എന്താണ് അവിടെ സംഭവിച്ചതാണ് ചോദിച്ചത്. ലേഖകെ പൈരോ കെ പാസിക്ക് ഗാലി ദരി പർ ഏക് ആദ്മി ഗുഡി മുടി പടാത, ലേഖകന്റെ കാലിനടുത്ത് കുറച്ച് അവർക്ക് കിടക്കാൻ വിരിച്ച വിരിയിൽ കുറച്ച് ഒഴിഞ്ഞ ഭാഗമുണ്ടായിരുന്നു. ആ ഒഴിഞ്ഞ ഭാഗത്ത് ഒരു വ്യക്തി ഗുഡി മുടി പടാത, ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ടായിരുന്നു. ജബ് രാത് കോ ലേഖക ഉടാത്തോ ഉൻകെ പൈരോം കെ പാസ് കോൻ പടാത, രാത്രി സമയത്ത് അദ്ദേഹം ഉണർന്നപ്പോൾ അദ്ദേഹത്തിന്റെ കാലിനരികിലായിട്ട് ആരാണ് കിടന്നത് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഏക് ആദ്മി, ഒരു മനുഷ്യൻ അല്ലേ. നമുക്ക് ഓരോ ഭാഗത്തു നിന്നും എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ട് നോക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാൻ പറ്റുക. അങ്ങനെ ഓരോന്നും ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ നോക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ തിരിച്ചു മറിച്ച് ചോദിക്കുന്നത് കേട്ടോ. വഹ ആദ്മി ക്യാ കർ രഹാദാ ബഡ്ബഡാ രഹാദാ, ആ വ്യക്തി എന്ത് ചെയ്യുകയായിരുന്നു? ആ വ്യക്തി ബഡ്ബഡാ രഹാദ, എന്തോ പിറുപിറുക്കുകയായിരുന്നു അല്ലേ. ബഡ്ബഡാ രഹാദ. ദോടി ദീർഘെ ബാദ് വഹ ആദ്മീനെ ക്യാ കിയാ, അല്പസമയത്തിന് ശേഷം ആ വ്യക്തി എന്താണ് ചെയ്തത്? വഹ ആദ്മീനെ ഉടുക്കർ ബാഹർ ചലാകയ, അല്പസമയത്തിന് ശേഷം ആ വ്യക്തി അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് പുറത്തേക്ക് പോയി. കുച്ച് സമയക്കെ ബാദ് ആത്മീ ലൗഡ്കർ ക്യാ പൂച്ച, കുറച്ച് സമയത്തിന് ശേഷം ആ വ്യക്തി തിരിച്ചു വന്നിട്ട് എന്താണ് ചോദിച്ചത്? അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. കുറച്ച് സമയത്തിന് ശേഷം അദ്ദേഹം വേഗം തിരിച്ചു വരികയും ചെയ്തു. തിരിച്ചു വന്നിട്ട് അദ്ദേഹം എന്താണ് ചോദിച്ചത് ഇവരോട് എന്നാണ്. കോൻ ഹോ തും ലോഗ് യഹാം കൈസെ ഗുസ് ആയേ, നിങ്ങൾ ആരാണ്? നിങ്ങൾ എങ്ങനെ ഇവിടെ പ്രവേശിച്ചു എന്നാണ് ചോദിച്ചത് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. ജവാബ് കെ ലിയെ ഉസ് ആദ്മീനെ സോർ സെ ചീക്കാ തോ ലേഖകനെ ക്യാ ജവാബ് ദിയ, മറുപടിക്ക് വേണ്ടി ആ വ്യക്തി വളരെയധികം ഉച്ചത്തിൽ ആർത്തു വിളിച്ചു അല്ലേ. ചീക്ക, അലറുക. ഇവർ മറുപടി ഒന്നും പറയാഞ്ഞപ്പോൾ അയാൾക്ക് ദേഷ്യം വന്നു. അയാൾ എന്ത് ചെയ്യാൻ തുടങ്ങി? അലറാൻ തുടങ്ങി. ആ അലർച്ച കേട്ടപ്പോൾ ലേഖകൻ അതിന് മറുപടിയായിട്ട്, അദ്ദേഹത്തിന്റെ ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് എന്താണ് പറഞ്ഞത്? जिन्होंने यह मंदिर बनवाया है उन्होंने हमें यहाँ ठहराया है, ആരാണോ ഈ അമ്പലം നിർമ്മിച്ചത് അവർ തന്നെയാണ് ഞങ്ങളെ ഇവിടെ താമസിപ്പിച്ചത്. देखिए यह दरी और यह बाल्टी भी उन्होंने ही दी है, നോക്കൂ ഈ വിരിയും ഈ ബക്കറ്റും അവരാണ് ഞങ്ങൾക്ക് തന്നത്, അവർ തന്നെയാണ് തന്നത് എന്ന് പറയാണ്. ഉസ് ആദ്മി കാ സവാൽ കൈസേതാ, ആ വ്യക്തിയുടെ ചോദ്യം എങ്ങനെയുള്ളത്? അദ്ദേഹം കുറേ ചോദ്യങ്ങൾ ഇവരോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ആ ചോദ്യങ്ങളൊക്കെ എങ്ങനെയുള്ള ചോദ്യങ്ങളായിരുന്നു? ബേസിർ പയർക്കേതേ, ചോദ്യങ്ങളൊക്കെ അർത്ഥമില്ലാത്ത, അതായത് വ്യർത്ഥമായ ചോദ്യങ്ങളായിരുന്നു അയാൾ ചോദിച്ചുകൊണ്ടിരുന്നത്. വെറുതെ ഇങ്ങനെ ഓരോന്ന് ചോദിക്കുകയാണ്. ഉത്തരം പറയാൻ പറ്റാത്ത ചോദ്യങ്ങളായിരുന്നു അയാൾ ചോദിച്ചുകൊണ്ടിരുന്നത് എന്നർത്ഥം. ജവാബ് ന ദേത്തെ തോ ക്യാ കർണേക്ക് ധമക്കി ദേത്ത, മറുപടി നൽകിയില്ലെങ്കിൽ എന്തു ചെയ്യും എന്നാണ് അയാൾ ഭീഷണിപ്പെടുത്തിയത്. എനിക്ക് മറുപടി നൽകിയില്ലെങ്കിൽ ഞാൻ നിങ്ങളെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ എന്തു ചെയ്യും എന്നാണ് അയാൾ ഭീഷണിപ്പെടുത്തിയത്. ചാബുക്ക് സെ മാർനേക്ക് ധമക്കി ദേത്ത,
ചാട്ടവാറ് കൊണ്ടടിക്കും. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾ മറുപടി നൽകിയിട്ടില്ല എങ്കിൽ നിങ്ങളെ ഞാൻ ചാട്ടവാറ് കൊണ്ടടിക്കും എന്നായിരുന്നു അയാള് ഭീഷണിപ്പെടുത്തിയത്. ലേഖകനെ കോയിനെ കോയി ജവാബ് ദേത്തേ രഹാ ക്യോം. ലേഖകൻ ഓരോ മറുപടി, ഓരോന്നിനും അയാൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഓരോരോ മറുപടി നൽകിക്കൊണ്ടേയിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ മറുപടി നൽകാനുള്ള കാരണം എന്തായിരുന്നു? ജവാബ് ന ദേത്തേ തോ ചാബുക് സേ മാർനെ കാ ധമക്കി ദേത്ത ഇസ്ലിയെ. എന്തായിരുന്നു കാരണം? മറുപടി നൽകിയില്ല എങ്കിൽ ചാട്ടവാറ് കൊണ്ടടിക്കും എന്ന് അയാൾ ഭീഷണിപ്പെടുത്തി. ഇസ്ലിയെ, ഇക്കാരണത്താൽ. ആ കാരണത്താലാണ്, പേടിച്ചിട്ടാണ് ലേഖകൻ അതിനൊക്കെ മറുപടി നൽകിക്കൊണ്ടിരുന്നത്. ലേഖക और छोटू असहाय होकर क्या किया. ലേഖകനും ചോട്ടുവും നിസ്സഹായരായിക്കൊണ്ട് എന്താണ് ചെയ്തത്? ഉസ്കി ഗൗൻസ് സഹത്തെ രഹത്തെ. അയാളുടെ ഭീഷണി സഹിച്ചിരുന്നു. ലേഖകനും ചോട്ടുവും നിസ്സഹായരായിട്ട് അയാളുടെ ഭീഷണി സഹിച്ചിരുന്നു. വേ അസഹായ ഹോക്കർ ക്യാ കിയ. അവർ നിസ്സഹായരായിട്ട് എന്താണ് ചെയ്തത്? ഉസ്കി ഗൗൻസ് സഹത്തെ രഹേ. അയാളുടെ ഭീഷണി സഹിച്ചു. ലേഖകെ ഭീത്തർ ബൈക്കിയേക്ക് ഹിലോർസി ഉടിക്കും. ലേഖകന്റെ ഉള്ളിൽ ഭയത്തിന്റെ ഒരു തരംഗം ഉയർന്നു. ഒരു ഭയത്തിന്റെ തരംഗം ലേഖകന്റെ മനസ്സിൽ ഉയർന്നു. എന്തായിരുന്നു അതിന് കാരണം? ലേഖക പിട്ടുമേം ഏക്ക് ചാക്കു രഗാത. ലേഖകൻ പെട്ടിയില് ഒരു കത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഉസ്കേ ഹാത്ത് ലഗ് ഗയാത്തോ ഇസ്ലിയെ. അയാളുടെ കൈ അതിൽ തട്ടിയാൽ, ആ കത്തിയിലെങ്ങാനും അയാളുടെ കൈ തട്ടി മുറിഞ്ഞാലോ, അതായിരുന്നു ലേഖകന്റെ പേടി. അതുകൊണ്ട് ലേഖകൻ ആകെ ഭയപ്പെട്ടു. അയാൾ എന്താണ് ചെയ്തത്? ഇവരുടെ പെട്ടി തുറന്നു. പെട്ടിയിലുള്ള ഓരോരോ സാധനങ്ങൾ എടുത്തിട്ട് പുറത്തേക്ക് ഇടാൻ തുടങ്ങിയില്ലേ. അപ്പൊ ആ പെട്ടിയിൽ എന്ത് വെച്ചിട്ടുണ്ടായിരുന്നു ലേഖകൻ? ഒരു ചാക്കു. ചാക്കു പറഞ്ഞതാണ് ചാക്കല്ല ട്ടോ. നമ്മുടെ ചാക്ക് സാധാരണ പറഞ്ഞ ചാക്കുണ്ടല്ലോ, ചാക്കല്ല. ചാക്കു എന്ന് പറഞ്ഞാൽ കത്തി. ഓക്കെ, വെജിറ്റബിൾ ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കത്തി ലേഖകൻ ആ പെട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ കത്തി കൈക്ക് കൊണ്ടാലോ എന്നായിരുന്നു അയാളുടെ ഭയം. മേം ദം സാധേ ഉസ്കി ഹർ ഗതിവിധി കോ ദേഖ്താ രഹാ ഇസ്മേ മേം കോൻ ഹേ. ഞാൻ ശ്വാസമടക്കി അയാളുടെ ഓരോ പ്രവൃത്തിയും നോക്കി നിന്നു. ഇതിൽ പറഞ്ഞ മേം ആരാണ്? ഞാൻ ശ്വാസം അടക്കി നോക്കി എന്ന് പറഞ്ഞല്ലോ. ആ ശ്വാസം അടക്കി നോക്കി നിന്ന മേം ഞാൻ ആരാണ്? ലേഖകൻ. ആത്മീനെ ലേഖകോ ഏക്കിട്ടക്ക് ദേഖത്തെ രഹാക്യോ. ആ വ്യക്തി ലേഖകനെ തുറിച്ചു നോക്കി. എന്തുകൊണ്ട്? കുറച്ച് സമയത്തിന് ശേഷം ആ വ്യക്തി ലേഖകനെ തുറച്ചു നോക്കി ഇങ്ങനെ നിന്നു. എന്താണ് അങ്ങനെ തുറച്ചു നോക്കി നിൽക്കാണ്ടായ കാരണം? ലേഖകേക്ക് ശിക്ഷകത യഹി സമജ്കർ. ലേഖകൻ ഒരു അധ്യാപകനായിരുന്നു എന്നറിഞ്ഞപ്പോഴാണ് അല്ലേ. ലേഖകൻ ഒരു അധ്യാപകനായിരുന്നു എന്നറിഞ്ഞ സമയത്താണ് ഈ വ്യക്തി ലേഖകൻ അങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് നിന്നത്. മുട്ടി ഗോൽക്കർ ദേക്കാത്ത ഉസ്മേ ഖ്യാതി. ലേഖകൻ കൈ തുറന്നു നോക്കി, കൈപ്പിടി തുറന്നു നോക്കിയപ്പോൾ, മുഷ്ടി തുറന്നു നോക്കിയപ്പോൾ അതിനുള്ളിൽ എന്താണ് ഉണ്ടായിരുന്നത്? ഉസ്മേ 20 പൈസയ്ക്ക സിക്കാത. അതിലെന്താണ് ഉണ്ടായിരുന്നത്? 20 പൈസയുടെ നാണയമാണ് ഉണ്ടായിരുന്നത്. അത് ആരാണ് കൊടുത്തത്? ലേഖകന്. ആ വ്യക്തിയാണ് കൊടുത്തത് അല്ലേ. ആ പാഗൽ വ്യക്തി, ഭ്രാന്തനായ ആ വ്യക്തിയാണ് ആ 20 പൈസയുടെ നാണയം നമ്മുടെ ലേഖകന്റെ കയ്യിൽ വെച്ചു കൊടുത്തത്. ഏക് ശിക്ഷക സബ്സേ ബഡാ സമ്മാൻ ഏഹ്ദാ ലേഖകോ ഐസാ ലേഖാക്യോം. ഒരു അധ്യാപകന്റെ ഏറ്റവും വലിയ ആദരവ് എന്ന് പറയുന്നത് ഇതാണ്. ഏറ്റവും വലിയ ആദരവ് ലഭിക്കേണ്ട, അതായത് അവര് ആകെ ഭയപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഒരു ആദരവ് ലഭിച്ചു അല്ലേ. അപ്പൊ ആ ആദരവ് അങ്ങനെ ലേഖകന് തോന്നാണ്ടായ കാരണം, ഏറ്റവും വലിയ ആദരവാണ് ഇത് എന്ന് ലേഖകന് തോന്നാണ്ടായ കാരണം എന്താണെന്നാണ് ചോദിച്ചത്. ലേഖക ശിക്ഷക് ഹേ. ലേഖകൻ അധ്യാപകനാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ സമജ്കർ ഉസ്കാ ആദത്ത് ഏക്ക് ബദൽ ഗയ. അദ്ദേഹത്തിന്റെ സ്വഭാവം, ആ വ്യക്തിയുടെ സ്വഭാവം ഏക്ക് പറഞ്ഞാൽ അല്ലെങ്കിൽ എക്കായക്ക് എന്ന് എഴുതാട്ടോ. എക്കായക്ക് പറഞ്ഞാല് പെട്ടെന്ന്, എക്കായക്ക് ബദൽ ഗയ പെട്ടെന്ന് മാറി. വഹു ഗുരുക്ക ആദർ കർണലക. അയാൾ ഗുരുവിനെ ആദരിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ലേഖകൻ പറഞ്ഞത് ഇതായിരുന്നു ഏറ്റവും വലിയ ആദരവ് എന്ന് പറഞ്ഞത്. ഓക്കെ, അത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉള്ളത്.
അപ്പോൾ ലേഖകന് ലഭിച്ച ഏറ്റവും വലിയ ആദരവ്, അങ്ങനെ ഭയപ്പെട്ട് നിൽക്കുന്ന, ആകെ നിസ്സഹായരായിട്ട് ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന ഒരവസ്ഥയിൽ അദ്ദേഹം അധ്യാപകനാണ് എന്ന് അറിഞ്ഞ ഉടനെ ആ ഭ്രാന്തനായ വ്യക്തിയുടെ സ്വഭാവം മാറുകയും ആ വ്യക്തി അദ്ദേഹത്തിനെ തുറിച്ചു നോക്കി കുറച്ചു സമയം നിൽക്കുകയും പിന്നീട് അദ്ദേഹത്തിനെ ആദരിക്കാൻ തുടങ്ങുകയും ചെയ്തു അല്ലേ. കൈ തടവി കാല് തടവി അദ്ദേഹത്തിനെ ആദരിച്ചു. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, ആ ഗുരുവിൻ്റെ ഏറ്റവും നല്ല ഒരു ആദരവ്, ഗുരുവിനുള്ള ആദരവ് ലഭിച്ചു എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എത്രയാണ് നമ്മുടെ ഈ ക്ലാസ് ഉള്ളത്? എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കുക. ഫുള്ള് ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. ഫുൾ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയിട്ട് പഠിക്കുക. ഇനിയും വൺ വേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എത്ര ഇതൊന്നും തയ്യാറാക്കാൻ പറ്റുമോ അത്രയും തയ്യാറാക്കിയിട്ട് പഠിക്കുക. ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ വായിച്ച് പഠിക്കുന്ന സമയത്ത് മീനിങ്ങും പഠിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ കൂടെ നിങ്ങൾ അറിയാതെ ഹിന്ദി പഠിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാൻ പറ്റും, മീനിങ് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്ലാസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം കേട്ടോ.